കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ SFIയും MSFും കാര്യമായൊരു രാഷ്ട്രീയ പോരിലേക്ക് കടന്നിരിക്കുന്നു. അത് ഒരു പരിധിവരെ വളർന്ന് വളരെ ആശാസ്യകരമല്ലാത്ത വാക്പോരിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. MSFിനെതിരെ SFI ജനറൽ സെക്രട്ടറി P. സഞ്ജീവ് ഒരു വർഗീയ ചുവയുള്ള ആരോപണം നടത്തുന്നു. എന്ന് വെച്ചാൽ വർഗീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇക്കുറി 2 സർവകലാശാലകളിലും MSF നടത്തിയത്. അങ്ങനെയാണ് വോട്ട് പിടിച്ചത്, അങ്ങനെയാണ് ചില സീറ്റുകളിലൊക്കെ ജയിക്കാൻ കഴിഞ്ഞത് എന്ന് സഞ്ജീവ് ആരോപിക്കുന്നതിന് പിന്നാലെ PK നവാസ് MSFിൻ്റെ ജനറൽ സെക്രട്ടറി MSFിൻ്റെ പ്രസിഡന്റ് അതിന് മറുപടിയുമായി എത്തുന്നു. അദ്ദേഹം പറയുന്നത് ഇടത് ഹിന്ദുത്വ ലൈനിലാണ് ഇപ്പോൾ SFI സംസാരിക്കുന്നതാണ്. അതിന് സഞ്ജീവിൻ്റെ മറുപടി പിന്നാലെ വന്നു. അത്തരത്തിൽ അത് ഒട്ടും സുഖകരമല്ലാത്ത രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും, ഇപ്പോൾ ഇങ്ങനെ ഒരു പരിണിതിക്ക് കാരണം എന്തായിരിക്കും എന്നാണ് ഉണ്ടാവാൻ സംസാരിക്കുന്നത്. ജിംസ്, ഇങ്ങനെ കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുപ്പുകളിൽ SFIക്ക് നേരത്തെയും പതറിയിട്ടുണ്ട്, MSF ജയിച്ചിട്ടുണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു വാക്പോര് പുതുതായി ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരിക്കും? അല്ല, ഈ വാക്പോര് നമ്മൾ ഈ വർഷം 2025 നിർബന്ധമായും കേൾക്കാൻ വിധിക്കപ്പെട്ടതാണ്. നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇലക്ഷൻ വർഷമാണിത്. ഇലക്ഷൻ വർഷം എന്ന് പറഞ്ഞാൽ ഈ 2025 അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, തൊട്ടുടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഇനി ധ്രുവീകരണത്തിൻ്റെയും വർഗീയാരോപണങ്ങളുടെയും ഒരു പെരുമഴക്കാലമാണ് ഈ വർഷം സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വെള്ളാപ്പള്ളിയുടെ വായിന്ന് കേട്ടു, അതിനുശേഷവും കേട്ടു, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പലരിൽ നിന്നായി അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ധ്രുവീകരണത്തിൻ്റെ ലക്ഷ്യം തന്നെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുക, അതിൽ നിന്ന് വോട്ട് നേടുക എന്നുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ MSFനെ സവിശേഷമായിട്ട് SFI ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് മറ്റൊരു ചാനലൊരു അഭിമുഖം നടന്നുണ്ട് ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ആ അഭിമുഖകാരൻ വിശദമായി ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. SFI വർഗീയ കക്ഷിയാണെങ്കിൽ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ലേ? അപ്പോൾ സഞ്ജീവ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയല്ല. MSF ആണെങ്കിൽ മുസ്ലിം ലീഗ് അല്ലേ? MSF ആണെങ്കിൽ അത് മുസ്ലിം ലീഗും വർഗീയ സംഘടനയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് അങ്ങനെയല്ല, സാമുദായിക രാഷ്ട്രീയം അതിനോടൊന്നും ഞങ്ങൾക്ക് എതിരില്ല, സ്വത്ത് രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് ഞങ്ങളും സഹകരിക്കുന്നുണ്ട്. ഉദാഹരണം പറയുന്നത് DMK CPM സഹകരിക്കുന്നുണ്ട്. DMK ഒരു സ്വത്ത് രാഷ്ട്രീയ പാർട്ടിയാണ്. ഉത്തരേന്ത്യയിലാണ് ഈ സമാജ്വാദി പാർട്ടി പോലുള്ള പാർട്ടികളായിട്ട് സഹകരിക്കുന്നത്, അത് സ്വത്ത് രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷെ ഇവിടെ പ്രശ്നം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം MSF പേറുന്നു. മുസ്ലിം ലീഗിൻ്റെ ബൗദ്ധിക നേതൃത്വം, മുമ്പ് അത് കേട്ടിട്ടുള്ളതാണ്, മുസ്ലിം ലീഗിൻ്റെ ബൗദ്ധിക നേതൃത്വം ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കുന്നു. ഇതിന് വേറൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഇതുവരെ കാണാത്തൊരു പ്രശ്നമുണ്ട്. അതായത് മുസ്ലിം ലീഗിന് സ്വന്തമായൊരു ബൗദ്ധിക നേതൃത്വം ഇല്ല. അതായത് അവർക്ക് ബുദ്ധിയില്ല, അങ്ങനെ ഒരു ബൗദ്ധിക നേതൃത്വം ഉണ്ടാവാൻ പറ്റുന്നൊരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. MSF എന്ന് പറയാതെ പറഞ്ഞു നോക്കിയാണ് അവർ ചെയ്യുന്നത്. അതിന് വേറെ ആരെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യണം, ബൗദ്ധിക നേതൃത്വം വേറെ ആരെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യണം. അവർ പറയുന്നതനുസരിച്ച് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഏത് പാർട്ടിയോട് അത് പറയുന്നത്? സ്വാതന്ത്ര്യത്തിന് മുമ്പേ സ്വാതന്ത്ര്യലബ്ധിക്ക് തൊട്ടുടനെ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇതുവരെയുള്ള അതിൻ്റെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് CPMന് തന്നെ അറിയാം. മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ ആ പാർട്ടി വഹിച്ച പങ്കിനെക്കുറിച്ച് CPMന് നന്നായിട്ട് അറിയാം. CPM ഭരിക്കുമ്പോഴാണ് ആ പാർട്ടിക്ക് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണെന്ന് നന്നായിട്ട് CPMന് അറിയാം. CPM മുന്നണി ഭരണം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബൗദ്ധിക നേതൃത്വം കൊടുത്താലേ മുസ്ലിം ലീഗിന് പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് അത് അവരെ കൊച്ചാക്കലാണ്. അവർക്ക് ബുദ്ധിയൊന്നുമില്ല, അവർക്ക് സ്വന്തമായിട്ട് ഐഡിയോളജി ഇല്ല, അവർക്ക് സ്വന്തമായിട്ട് ചിന്തയില്ല. അതായത് ഇവർ SFIയും CPMും നിരന്തരം ആരോപിക്കുന്ന മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക നേതൃത്വം മുസ്ലിം ലീഗ് സ്വീകരിച്ചു എന്നാണ്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നലെ PK നവാസ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ? മിനിഞ്ഞാന്ന്. അപ്പോൾ ഞങ്ങൾ വർഗീയവാദികളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വർഗീയ പ്രവർത്തനത്തെ പോയിൻ്റ് ഔട്ട് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സഞ്ജീവ് അതിനെക്കുറിച്ച് പിന്നീട് ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതായത് SFIക്കാരിയായ ഒരു പെൺകുട്ടിയോട് MSF പറയുന്നു, നിങ്ങൾ MSFൽ പ്രവർത്തിക്കാതെ സ്വർഗത്തിൽ പോവില്ല എന്നോ മറ്റോ പറഞ്ഞു. വളരെ ഉപരിപ്ലവമായ ഒരു ആക്ഷേപമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അത് PK നവാസാണോ പറഞ്ഞിട്ടുള്ളത്? അതല്ല ഈ SFI ആരോപിക്കുന്ന പോലെ MSFൻ്റെ ബൗദ്ധിക നേതൃത്വം വഹിക്കുന്ന വേറെ ആരെങ്കിലുമാണോ പറഞ്ഞത്? അല്ലെങ്കിൽ ഏതെങ്കിലും താഴെക്കടലിൽ MSFകാരൻ പറഞ്ഞാണോ? അത് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെ പ്രചാരണം നടത്തുകയാണ്, അതായത് വർഗീയ പ്രചാരണം നടത്തുകയാണ് MSF. അതുകൊണ്ട് ഇവർ വർഗീയ പാർട്ടിയാണ്. അതിലും ഒരു പടി കൂടി കടന്ന് മറ്റൊരാളുണ്ടല്ലോ, എന്താ ശിവപ്രസാദ് പറയുന്നു MSFനെതിരെ ഞങ്ങൾക്ക് വേറെ ആയുധമൊന്നും ആവശ്യമില്ല. അതാണ് കുറേ കൂടി ക്ലാരിറ്റിയുള്ള പ്രസ്താവന എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ ഫുൾ ഫോം അങ്ങ് പറഞ്ഞാൽ. അതായത് സഞ്ജീവിന് ക്ലാരിറ്റി ഇല്ല കാര്യത്തിൽ. സഞ്ജീവിന് സ്വത്ത് രാഷ്ട്രീയത്തോട് എന്താണ് സ്വീകരിക്കേണ്ട സമീപനം,
ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, അതായത് സംഘപരിവാറിന് കീഴിൽ നടക്കുമ്പോൾ വ്യത്യസ്ത സ്വത്വ ഗ്രൂപ്പുകൾ, ഇപ്പോൾ മുസ്ലിം ലീഗ് മാത്രമല്ല, DMK, സമാജ്വാദി പാർട്ടി, BSP എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്വ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ക്ലാരിറ്റി ഇല്ല. ആ ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ജമാഅത്തെ ഇസ്ലാമിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് MSFനെയും മുസ്ലിം ലീഗിനെയും വർഗീയ പാർട്ടിയാക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അത് വളരെ തങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്, തങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്നും ഈ പറയുന്ന ശിവപ്രസാദ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അവരെ ആക്രമിക്കാനുള്ള വഴിയാണ്. അതായത് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം പാർട്ടിയാണ്, അതുകൊണ്ട് അത് വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ എതിർക്കാം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ലക്ഷ്യം ഇദ്ദേഹം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ലക്ഷ്യം ഇതെന്താണ്, ഇതുവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രശ്നം എന്നുള്ളതാണ്. ലീഗ് പ്രശ്നമല്ല, പക്ഷേ ലീഗും UDFും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിക്ക് വഴിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ് ക്ലീഷയായെന്ന് മാത്രമല്ല, അത് ആളുകൾ ട്രോളാൻ തുടങ്ങി തിരിച്ച്. അതിന് പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ് ആളുകൾ തിരിച്ച് ട്രോളാൻ തുടങ്ങി. ഇനി ആ വിഷയം നിൽക്കില്ല. ഇനി ആരെ അറ്റാക്ക് ചെയ്യണം? ഇനി മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്താലേ ഈ പറയുന്ന ധ്രുവീകരണം നടക്കൂ. അപ്പോൾ അടുത്ത ഇനം മുസ്ലിം ലീഗാണ്. ഇനി അത് മുസ്ലിം ലീഗിനെയല്ലേ, ഞങ്ങൾക്കെതിരെ ഇനിയൊന്നും ഉണ്ടാവുമില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുന്ന മുസ്ലിം സംഘടനകൾ തന്നെ ഉണ്ടാവും. അങ്ങനെ ആരും അതിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നില്ല. ഇതിൻ്റെ ലക്ഷ്യം ധ്രുവീകരണമാണെങ്കിൽ അതിന് ഏത് മുസ്ലിം സംഘടനയും അതിന് ഇരയാവുക തന്നെ ചെയ്യും. അത് ഇനി നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ടതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതൊന്നും ആയിരുന്നില്ല. അന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴിയായിരുന്നു വലിയ തോതിൽ കേരളത്തിൽ 2 പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിൽ വേർതിരിക്കാനുള്ള അല്ലെങ്കിൽ അടുപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അലയോലികൾ കഴിഞ്ഞത് എപ്പോഴാണ്? അതിൻ്റെ അലയോലികൾ കഴിഞ്ഞത് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുകയും ഞാൻ മുമ്പ് പറഞ്ഞ 2020 നടന്നിട്ടുള്ള ധ്രുവീകരണത്തിൻ്റെ സ്പോൺസർമാർ എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു. അപ്പോൾ ആ ധ്രുവീകരണം 2020 ധ്രുവീകരണത്തിൻ്റെ ഈ വാഴ നനയുമ്പോൾ ചീര നനയുക എന്ന് പറയുന്ന പോലെ കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നവരാണ് LDF. തീർച്ചയായിട്ടും LDFന് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും മധ്യകേരളത്തിൽ. പക്ഷേ ഈ ഛത്തീസ്ഗഡ് സംഭവത്തോടെ ഇത് എക്സ്പോസ്ഡായി. ഇനി ആ തരത്തിലുള്ള ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ മാത്രം തമ്മിലടുപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള ആ നീക്കം ഈ തവണ വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യണം? അതിനൊരു ലാർജർ കോണ്ടെക്സ്റ്റ് നൽകിക്കൊണ്ടും മുസ്ലിം ലീഗ് പോലെ വലിയ തോതിൽ സ്വാധീനമുള്ള കൂടുതൽ മുസ്ലിങ്ങൾ അണിനിരന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വർഗീയവൽക്കരിക്കുന്നുണ്ടാവും. അത് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം തങ്ങൾക്കുണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമാണ്. അല്ലാതെ ഇതിന് ഒരു തരത്തിലുള്ള സൈദ്ധാന്തിക അടിത്തറയോ ഈ ബൗദ്ധിക നേതൃത്വം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ ബൗദ്ധിക നേതൃത്വം വേറെ ആൾക്ക് എങ്ങനെയാണ് ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഇവരൊക്കെ ബുദ്ധിയില്ലാത്തവരാണെന്നാണോ? അതല്ല അവരുടെ പ്ലാൻ അനുസരിച്ച് ഇവർ പ്രവർത്തിക്കുകയാണെന്നാണോ? ഇത്രയും വംശീയം എന്ന് പറയാവുന്ന പ്രസ്താവന ഉണ്ടാകുന്നതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ ഭരണത്തിലിരിക്കുമ്പോൾ CPM ഭരണത്തിലിരിക്കുമ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ നഷ്ടപ്പെടുക. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നഷ്ടമായതൊരു ഉദാഹരണം. അതൊക്കെ ആയിരിക്കും ഒരു കാരണം. അതിൽ ചില പ്രത്യേക പോക്കറ്റുകളിൽ ഉണ്ടാക്കുന്ന മുന്നേറ്റങ്ങൾ, ഉദാഹരണത്തിന് കണ്ണൂർ സർവകലാശാലയിലൊക്കെ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങൾ, ഈ MSFനുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ ആലോചനപ്പെടുത്തുമ്പോൾ ആ മുന്നേറ്റം തടയുക, വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വർഗീയ സംഘടനയായിട്ട് തുറന്ന് കാണിക്കുക, അങ്ങനെ ഇവർക്ക് വോട്ട് ചെയ്തിരുന്ന് പറയാം, ഇവർ പിന്തുണയ്ക്കരുന്ന് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഉപയോഗിച്ച ചില വാക്കുകൾ തികച്ചും വംശീയവും വർഗീയവുമാണ്. തട്ടിൻപുറത്തെ ചില അറബി കോളേജുകൾ, എന്തൊരു വർത്തമാനമാണത്? തട്ടിൻപുറത്തെ അറബി കോളേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിഞ്ചു കുട്ടികളെ വല വീശി പിടിക്കുന്നു. ഈ വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് അത് തികച്ചും വർഗീയമാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ നടത്തുന്ന ഈ പ്രസ്താവനയെ CPM പിന്തുണയ്ക്കുന്നില്ല. CPM പ്രത്യക്ഷത്തിൽ ഈ പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്നില്ല. ഏതെങ്കിലും CPM നേതാവ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഈ പ്രസ്താവനകളെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു കണ്ടിട്ടില്ല. ഇതിനാകെ പിന്തുണയ്ക്കുന്നവരാണ് ശശികല ടീച്ചർ മാത്രമാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും തങ്ങൾക്ക് തോന്നണമല്ലോ, തങ്ങളെ പിന്തുണയ്ക്കാൻ പാർട്ടിയിൽ നിന്ന് ആരും രംഗത്ത് വരുന്നില്ല, പകരം ശശികലയെ പോലുള്ളവരാണ് രംഗത്ത് വരുന്നതെങ്കിൽ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം അശ്ലീലമായ വർഗീയതയാണ് എന്ന് SF നേതാക്കൾ തോന്നേണ്ടതാണ്. ഒരു പക്ഷേ അത് തോന്നാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ അവർക്ക് തന്നെ കിട്ടിയ നിർദ്ദേശപ്രകാരം ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ടാവുക. അത് ലാർജർ പെർസ്പെക്റ്റീവിൽ ഒരുപക്ഷെ ലീഗിലേക്ക് കൂടി ഈ ആക്രമണം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിഷാദ്, സഞ്ജീവും ശിവപ്രസാദും പറയുന്നത് പോലെ ഈ നവാസിൻ്റെ MSF മതം പറഞ്ഞിട്ടാണോ ഇക്കൊരു വോട്ട് ചെയ്തത്? ഒന്ന് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അങ്ങനെയല്ല എങ്കിൽ തോൽക്കുമ്പോൾ CPM നേതാക്കൾ പറയുന്ന ഒരു ന്യായമുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള, അത് തന്നെ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവർ കാണുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചതാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏരിയ എന്താണെന്ന് അറിയാത്ത ആൾക്കാരല്ല ഇത് പറയുന്ന ആളുകൾ. അതായത് CPIM എന്ന് പറയുന്ന പാർട്ടി എന്നതിൻ്റെ ഫ്രാക്ഷൻസുമാണല്ലോ ഈ പ്രശ്നം ഉന്നയിക്കുന്നവർ.
നോക്കൂ, SFIക്ക് അറിഞ്ഞൂടെ SFI പറയുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതിൻ്റെ പ്രതിഫലനം എവിടെയൊക്കെ ആയിരിക്കും, അതെങ്ങനെയാണ് കേരളത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുക, അതെങ്ങനെയാണ് ഒരു സമൂഹത്തെയും ഒരു പാർട്ടിയെയും ഒക്കെ അതെങ്ങനെയാണ് ബാധിക്കുക എന്ന് അറിയാത്തവരല്ല അവർ. അപ്പോൾ അവരത് കണക്കൂട്ടി പറഞ്ഞു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഞ്ജീവും ശിവപ്രസാദും അവരുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾക്ക് സംഘ് പരിവാറിനെതിരെ RSSനെതിരെ കണിശമായ നിലപാട് ഞങ്ങൾ തുടരും എന്നാണ് അവർ പറഞ്ഞൊരു വാക്ക്. RSSനെ നേരിടുന്ന ജീവശ്വാസം അവസാനത്തത് വരെ ഹിന്ദുത്വ വർഗീയതയെ RSSനെ ഞങ്ങൾ നേരിടും. ഈ RSSനെ നേരിടുക എന്ന് വെച്ചാൽ അങ്ങാടിയിൽ പോയി അവരുടെ മറ്റേ ഈ പ്രദക്ഷിണം വരുന്ന ഘട്ടത്തിൽ ഈ അവർ മറ്റേ കാക്കി നിക്കറിട്ട് വരില്ല, അവിടെ പോയി അവരുമായിട്ട് ഏറ്റുമുട്ടുക എന്നാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത്. RSSനെ നേരിടുക എന്ന് വെച്ചാൽ RSSനെ നേരിടുക എന്ന് പറഞ്ഞാൽ RSS ഉണ്ടാക്കിയ അന്തരീക്ഷത്തെ നേരിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റേതാണ് അവരുമായി ഫിസിക്കൽ അടി ഉണ്ടാക്കുന്നതാണോ? അതിനെക്കുറിച്ചല്ല. നിങ്ങൾ RSSനെ നേരിടുക എന്ന് വെച്ചാൽ RSS നടത്തുന്ന ഇൻവേഷൻസ് ഉണ്ട്, സാംസ്കാരികമായ മനുഷ്യരുടെ മനസ്സിലേക്ക് നടത്തുന്ന ഇൻവേഷൻസ്, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ അവരുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിനെ ചെറുക്കലാണ് RSSനെ ചെറുക്കൽ. അല്ലാതെ വ്യക്തിപരമായി പോയി അങ്ങാടി പോയി അടി ഉണ്ടാക്കലല്ല. എനിക്ക് തോന്നുന്നു സഞ്ജീവും ശിവപ്രസാദും മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ല മറിച്ചാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ RSS ഉണ്ടാക്കുന്ന നരേറ്റീവിനെ ഒപ്പിച്ചുള്ളതാണെന്ന് അവർക്ക് നന്നായിട്ട് പിടികിട്ടിക്കോട്ടെ. കാരണം എന്താണ്, സൈഫുദ്ദീൻ PCയോട് ഞാൻ പറയുകയാണ്, സൈഫുദ്ദീൻ ഒരു വർഗീയവാദിയാണ്. അപ്പോൾ സൈഫുദ്ദീൻ അമ്പരപ്പുണ്ട്, ഞാനങ്ങനെ വർഗീയവാദിയായി, അത് സൈഫുദ്ദീൻ്റെ പേര് കേട്ടാൽ അറിയാലോ എന്ന് പറഞ്ഞാൽ തീർന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സിംപ്ലി അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ പേര് മുസ്ലിം എന്നുണ്ട്, നിങ്ങളുടെ സൈഫുദ്ദീൻ എന്ന പേര് മുസ്ലിം പേരാണ്, പോരെ? എങ്ങനെയാണ് പറയുക? ഒരു വ്യക്തിയുടെ പേര് മാത്രം വെച്ചുകൊണ്ട് അയാളുടെ പ്രവർത്തനത്തെ പരിഗണിക്കാതെ എങ്ങനെയാണ് അയാൾക്ക് മേൽ പറ്റുക? നമുക്ക് പ്രവർത്തനത്തെ പരിഗണിച്ചത് അയാളുടെ പേര് മാത്രം മതിയല്ലോ എന്ന് പറയുകയാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ്. ബാക്കി ഒന്നും വേണ്ടാന്ന്. അങ്ങനെ നോക്കിയാൽ വ്യക്തികളുടെ പേര് മാത്രം മതി എന്നതിലേക്കല്ലേ അതിൻ്റെ അടുത്ത വായന വരിക. ആ ഗൗരവം എന്താ അയാൾ മനസ്സിലാക്കാത്തത്? ഈ രാജ്യത്ത് ഏതെല്ലാം സംഘടനകളുണ്ട്, ഏതെല്ലാം പേരിൽ പ്രവർത്തിക്കുന്നവർ, പേര് മാത്രം മാറ്റിയിട്ടും മതസാമുദായിക താല്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന എത്ര സംഘടനകൾ എവിടെയെല്ലാം ഉണ്ട്? പേരിൽ സെക്യുലറിസം ഉണ്ടായിട്ട് വർഗീയത പറയുന്ന എത്ര പാർട്ടികൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പുരോഗമന സഖ്യങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്? അതെന്തിൻ്റെ ആഴത്തിലുള്ള ഓഡിറ്റില്ലാത്ത എന്താണ്? പിന്നെയും ചോദിക്കുന്ന മൗലികമായ ചോദ്യം, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസോ അയാളുടെ സംഘടനയോ കേരളത്തിൻ്റെ മതസാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്തുന്ന എന്ത് നടപടി എവിടെ സ്വീകരിച്ചതിൻ്റെ തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇത്തരം സന്ദർഭങ്ങളെല്ലാം ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളൊരാൾക്കെതിരെ വർഗീയ ചാപ്പ അടിക്കുമ്പോൾ, ഒരാൾക്കെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്കതിനകത്ത് ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം, നിങ്ങളുടെ കയ്യിൽ വസ്തുത ഉണ്ടാവണം. വസ്തുതയില്ലാതെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചാൽ അത് ഈ സമൂഹത്തെ കലക്കും. വസ്തുതയില്ല. ഞാൻ വീണ്ടും പറയാണ്, PM മാർഷോ എന്ന് പറയുന്ന SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ഒരു ദലിത് സ്ത്രീയോട് നിന്റെ അടിനാവി ചവിട്ടി കലക്കുമെന്ന്, നിന്നെ ഗർഭിണിയാക്കുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു എന്ന പേരിൽ ആക്ഷേപം ഇന്ന് കേരളത്തിൻ്റെ പൊതുമനസ്സിലുണ്ട്. എനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ വസ്തുത എനിക്കറിയില്ല. അത് വസ്തുതാപരമല്ല എന്നാണ് SFIക്കാർ പറയുന്നതും. പക്ഷെ നമ്മൾ പറയാണ് ആർഷോ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയാൻ പറ്റുമോ? തെളിവില്ലാതെ എങ്ങനെ പറയാൻ പറ്റും? ഈ പറയുന്ന ദുരാരോപണം ഞങ്ങൾ ഉന്നയിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചോണം എന്നാണെങ്കിൽ ആർഷോയ്ക്കെതിരായിട്ടുള്ള ആരോപണം വിശ്വസിക്കണം. വേറെ ഏതെല്ലാം SFIക്കാർക്കെതിരെ എന്തെല്ലാം ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്, അവയെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ചോണമെന്നാണെങ്കിൽ എല്ലാം വിശ്വസിക്കേണ്ടി വരും. അങ്ങനെയാണോ? അപ്പോൾ ബേസ്ലെസ് ആയിട്ടുള്ള സംഗതികൾ ഉയർത്തിക്കൊണ്ട് ആളുകൾക്കെതിരെ വർഗീയ ചാപ്പ അടിക്കുന്നവരാണ് കാസ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. ഫേസ്ബുക്ക് ഗ്രൂപ്പ് മാത്രമല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ബേസ്ലെസ് ആയ സംഗതി ഉന്നയിച്ച് ആർക്കെതിരെയും വർഗീയ ആക്ഷേപം ചുമത്തുന്നത്. അതുപോലെയാണോ SFIയെ പോലൊരു സംഘടന പ്രവർത്തിക്കേണ്ടത്, വർത്തമാനം പറയേണ്ടത്? അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? എന്നിട്ട് പറയാണ് വലിയൊരു മിടുക്ക് പോലെ, എന്തോ ഒരു മാസ് ഡയലോഗ് BGM ഇട്ട് ഓടിക്കാൻ പറ്റുമല്ലോ. MSFൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചാൽ എൻ്റെ പേര് നിഷാദ് എന്നാണ്, അത് മതിയോ? അല്ലെങ്കിൽ ഞാൻ വർഗീയവാദിയാണെങ്കിൽ ഞാൻ ചെയ്ത വർഗീയത എന്താണെന്ന് ഇവിടെ മേശപ്പുറത്ത് വെക്കണം, അല്ലാതെ പറ്റില്ല. അപ്പോൾ ഇത് ആർക്കും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ കുറേ ആളുകൾ ഈ MSFനെ അങ്ങോട്ട് ചാപ്പയെടുത്ത് ചാമ്പിയാൽ അത് കേരളം മുഴുവൻ എടുത്തോളും, ഒരു പ്രതിരോധവും ഇല്ലാതെ അത് സഹിച്ചോളും. ആൾക്കാർ അതിന്മേൽ ഒരു തരത്തിലുള്ള മറുപടിയും ഇല്ലാതെ, അയ്യോ SFI ചാപ്പ കുത്തിപ്പോയല്ലോ, ഇനി എങ്ങനെ കേരളത്തിൽ അതിജീവിക്കുമെന്ന് ഭയപ്പെടും. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി, ആ കാലമേ കഴിഞ്ഞുപോയി ഞാൻ പറയാം. അതിന് മറുചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പോൾ PK ശശികല അവരെ പിന്തുണച്ചപ്പോൾ ഉണ്ടായ ജാള്യത മറിക്കാൻ വേണ്ടി പിന്നെയും പറഞ്ഞതാണ്. നോക്കൂ, ഞാൻ പറഞ്ഞത് സഞ്ജീവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ സഞ്ജീവ് പറയുന്നത്, സഞ്ജീവിൻ്റെ മണ്ണാർക്കാട്ടെ പ്രസംഗത്തിന് മറുപടി പറയാൻ PK നവാസ് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയെന്നാണ്. ആ വാർത്താ സമ്മേളനം നവാസ് നടത്തിയില്ലായിരുന്നു കരുതുക, എങ്കിലും അദ്ദേഹം വിശദീകരിക്കണമല്ലോ മണ്ണാർക്കാട്ടെ പ്രസംഗം എന്തിനായിരുന്നുള്ളത്, അത് വിശദീകരിക്കണം. അപ്പോൾ അതിന് മുമ്പുള്ള കഥ പറയാൻ സഞ്ജീവിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ സഞ്ജീവ് പറഞ്ഞതാണ് ദുരുദ്ദേശത്തോടെയുള്ള PK ശശികല മോഡൽ, കാസ മോഡൽ ആക്ഷേപം ഒരു സംഘടനയ്ക്കെതിരെ ചൊരിയുന്നുള്ളത്. ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞ ഒരു കാര്യമാണ്, കേരളത്തിൽ ഞങ്ങൾ മതനിരപേക്ഷമാണേ എന്ന വിലാപത്തോടെ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് ഒന്നാമത്തെ പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. അതിനെപ്പോഴും ആദ്യമാണ് ഞങ്ങളുടെ മതനിരപേക്ഷ സർട്ടിഫിക്കറ്റ് പോയി പോകുമോ, അത് നഷ്ടം വരുമോ എന്ന് എപ്പോഴും അത് ആലോചിക്കുന്നത് അതിനെക്കുറിച്ചാണ്. കാരണം ഞങ്ങളുടെ പേര് ഇതായതുകൊണ്ട് ഞങ്ങൾ മതനിരപേക്ഷതയെ ഒരിക്കലും ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് എപ്പോഴും വിജിലൻ്റായി ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് കേൾക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ പിന്നെ ഇപ്പോൾ ആർക്കും കേൾക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രശ്നം
തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സമവാക്യങ്ങൾ സൃഷ്ടിക്കാനുള്ള പരിപാടിയാണെന്ന് സ്വാഭാവികമായി സംശയിക്കണം. ബാക്കി ഒരു മെറിറ്റ് ഇതിനില്ല സമവാക്യം ഉണ്ടാക്കാൻ. തോറ്റുപോയത് നേരത്തെ സൈഫ് പറഞ്ഞു, തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഉള്ളടക്കം വർഗീയമാണെന്നൊക്കെ പറഞ്ഞ പഴയ സംഗതികളുണ്ട്. അതാവാം. അതിനെല്ലാം അപ്പുറം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഡിവൈഡുകളുടെ സാധ്യതയെ പ്രയോജനപ്പെടുത്താനുള്ള ഹീനമായ രാഷ്ട്രീയ പദ്ധതി പ്രവർത്തിക്കുന്ന സംശയം ഈ നിമിഷത്തിലും കേരളത്തിൻ്റെ മനസ്സിൽ നിൽക്കുന്നു. അതല്ലെങ്കിൽ PK നവാസ് പറഞ്ഞ വർഗീയത എന്താണെന്ന്. വർഗീയത എന്ന് വെച്ചാൽ എന്താണ്? പരമത വിദ്വേഷം. മറ്റേ മതക്കാർ കൊള്ളില്ലാത്തവരാണ്, അവരെ ഇവിടുന്ന് ഓടിക്കണം, അവരെ കൊല്ലണം, അവരെ റേപ്പ് ചെയ്യണം, അതാണ് വർഗീയത. അല്ല, വർഗീയത എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര് വർഗീയതയല്ല, അയാളുടെ മതത്തിൻ്റെ പേരിലുള്ള സ്ഥാപനം വർഗീയതല്ല. അങ്ങനെയാണ് എല്ലാം NSSനെ SNDP മുതൽ ഇങ്ങോട്ട് കംപ്ലീറ്റ് എന്തിനെ നമുക്ക് വർഗീയത എന്ന് വിളിക്കുന്നത്. അതത് സമുദായത്തിൻ്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് വിളിക്കുമോ? അപ്പോൾ അതുകൊണ്ട് പരമത വിദ്വേഷം എന്താണ് നവാസിൻ്റെ സംഘവും പറഞ്ഞതെന്ന് പറയാതെ ഈ പാപക്കറയിൽ നിന്ന് വിമുക്തരാവാൻ SFI കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, ഇന്നലെ നമ്മൾ വീണ്ടും പറഞ്ഞതാണ്, പട്ടിയെ വെട്ടി കൊന്ന കഥ പോലീസ് റിപ്പോർട്ടുണ്ടല്ലോ എന്ന് ജേർണലിസ്റ്റുകൾ ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ബോധ്യമാണ് എന്നാണ് പറഞ്ഞത്. ഏത് ബോധ്യം? അങ്ങനെ ഒരു ബോധ്യം, അങ്ങനെ ഒരു ബോധ്യമുണ്ടോ? ഇവിടെ ലവ് ജിഹാദ് ഇല്ലാന്ന് പോലീസും കോടതി പറഞ്ഞാൽ ഇല്ല, പിന്നെന്താ ബോധ്യം? പിന്നെ ബോധ്യം പറഞ്ഞ ആരാണ്? ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ സംഘ് പരിവാറുകാരാണ്, കാസക്കാരാണ്, അവരുടെ ബോധ്യമാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ സ്വന്തം ബോധ്യത്തിൽ മനുഷ്യന്മാരെല്ലാം ഇറസ്പോൺസിബിളായിട്ട് എന്തും പറയാൻ തുടങ്ങിയ പിന്നെ എന്താണ്? അപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കുന്ന മനുഷ്യർക്ക് നല്ല ധാരണയുണ്ട് എന്ന കാര്യം അവർ ആലോചിക്കണം. ജമാഅത്തെ ഇസ്ലാമി ബാന്ധവമാണ് ഇവരുടെ പ്രശ്നങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബാന്ധവത്തിൻ്റെ കഥ എന്താണെന്ന് 10 വർഷം പുറകിലേക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വേണം വാർത്താ സമ്മേളനം നടത്താൻ. അതിൽ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞെന്താണ്, ദേശാഭിമാനിയിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വന്നതെന്താണ്, സഭാ TV ഇൻ്റർവ്യൂവിൽ പാലോളി മുഹമ്മദ് കുട്ടി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടത് 10 മിനിറ്റ് മാത്രമാണ്. അത് നോക്കിയിട്ട് വേണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് ഏതോ ഒരു സംഘടനയുമായിട്ട് കൂട്ടുകൂടിയതിൻ്റെ പേരിലാണ് അവരെ, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഇത് വേണം. ഇത് SFI എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സന്ദർഭമാണ്. SFIയുടെ 2 നേതാക്കളെന്നാണ് ഞാൻ പറയുക.